എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തേത് ഒരു ഫൈനൽ റാപ്പിഡ് റിവിഷൻ സെഷൻ ആണ്. കേഡറ്റിന്റെ കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും സിലബസ് അനുസരിച്ച് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി എക്സാമിന് ഒരു ദിവസം മുമ്പ് പാസ് മാർക്ക് ഉറപ്പിക്കാനായിട്ട് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു റാപ്പിഡ് ഫയർ ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാറ്റഗറികളിലും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചോദിക്കുന്ന ഭാഗങ്ങളും അതിനെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആദ്യത്തെ ഭാഗമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following statements about brainstorming is false? ഞാനിവിടെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും ലെഫ്റ്റ് സൈഡിലും മലയാളത്തിലും തന്നിട്ടുണ്ട്. കാരണം കാറ്റഗറി 1-നും 2-നും 4-നും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മറ്റൊന്ന് ക്വസ്റ്റ്യൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി 3-ലാകട്ടെ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് ഭാഷയിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ആശയം നമുക്ക് കേഡറ്റിന്റെ സിലബസിൽ ഏത് കാറ്റഗറി ആണെങ്കിലും പഠിക്കാനുള്ളതാണ്. സിലബസിൽ ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം സ്ഥിരമായിട്ട് പ്രസ്താവനകളായിട്ടും അല്ലെങ്കിൽ ഇത് എന്ത് മെഷർ ചെയ്യാനുള്ള ടെക്നിക്കാണെന്ന് ചോദിച്ചുകൊണ്ടും ഇത് ആര് കോയിൻ ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടും ഒക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന്റെ ഫീച്ചർ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ് ഫോൾസ്? ശ്രദ്ധിക്കുക, തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഓപ്ഷൻസിലൂടെ ഒന്ന് പോയി നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് എ പ്രോബ്ലം ബേസ്ഡ് മെത്തേഡ്. ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ഓപ്ഷൻ ബി, ഓൾ പെർസ്പെക്റ്റീവ്സ് ഓഫ് എ പ്രോബ്ലം ആർ വെൽക്കംഡ്. ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ പോസിബിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. ഓപ്ഷൻ സി, സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഈസ് അസസ്ഡ്. ഓപ്ഷൻ ഡി, സ്റ്റുഡൻസ് ഇമാജിനേഷൻ ക്യാൻ ബി എൻഹാൻസ്ഡ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ്ങിനെ പറ്റി മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയെ മെഷർ ചെയ്യാൻ എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഫസ്റ്റ് പോയിന്റ്, ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിൽ ഒന്നാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനറ്റിക്സ് പോലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. മറ്റൊന്നാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് ആര് കോയിൻ ചെയ്തു? അലക്സ് എഫ് ഓസ്ബോൺ, AF ഓസ്ബോൺ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മൈക്രോ ടീച്ചിങ്, ഡെവലപ്മെന്റൽ ടാസ്ക്, ബ്രെയിൻ സ്റ്റോമിങ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ ആര് കോയിൻ ചെയ്തു അല്ലെങ്കിൽ ആര് പോപ്പുലറൈസ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും ചോദിക്കാം. ഇപ്പം ബ്രെയിൻ സ്റ്റോമിങ് ആരാണ് കോയിൻ ചെയ്തതും പോപ്പുലറൈസ് ചെയ്തതും? അലക്സ് എഫ് ഓസ്ബോൺ ആണ്. 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ സോൾവ് ചെയ്ത് കിട്ടും. ഡെഫിനിഷൻ ഇതാണ്: Brainstorming is a creative teaching learning strategy used to generate a large number of ideas in a short time without criticism or evaluation. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ brainstorming is used to generate ideas for solving specific problem എന്നുള്ള ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നു. രണ്ടാമത്തേത്, ഡ്യൂറിങ് ബ്രെയിൻ സ്റ്റോമിംഗ് ഓൾ ഐഡിയാസ് ആർ ആക്സെപ്റ്റഡ് വിത്തൗട്ട് ക്രിറ്റിസിസം അല്ലെങ്കിൽ നോട്ട് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോകുന്നു. മൂന്നാമത്തേതായിട്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഫോക്കസസ് ഓൺ ഫ്രീ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നു. നോൺ ഇവാലുവേറ്റിംഗ് ആണ്, ഫ്രീ ഐഡിയ ജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള പോയിന്റ്സിലേക്ക് പോകുന്നു. അടുത്തത്, ഇറ്റ് എൻകറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേറ്റീവ് തിങ്കിങ്. എൻകറേജ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ഈ 4 പോയിന്റ്സിൽ നിന്നും ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്,
ഓപ്ഷൻ ഡി ശരിയാണ് എന്നുള്ളത് പോകുന്നു. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഈസ് അസസ്ഡ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്ന ഒരു ടെക്നിക്ക് അല്ല ബ്രെയിൻ സ്റ്റോമിങ്. ഇവിടെ അതിന് ഒരു സ്ഥാനമില്ല. അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ബ്രെയിൻ സ്റ്റോമിങ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതിയിൽ, ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് സ്ഥിരമായിട്ട് റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. EI ഇമോഷണൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ വൈകാരിക ബുദ്ധി എന്ന് പറയാനായിട്ട് പറ്റും. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് പഠിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. EI ഇമോഷണൽ ഇന്റലിജൻസ്, ഈ ഒരു ടേം ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു. ചില ടേമുകൾ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നത് ആര്, പോപ്പുലറൈസ്ഡ് ചെയ്തത് ആര് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന്. അപ്പൊ അതുപോലെ ഒരു കാര്യമാണ് വൈകാരിക ബുദ്ധി, EI. ഈ ഒരു ടേം പോപ്പുലറൈസ് ചെയ്തത് ഡാനിയൽ ഗോൾമാൻ. ഇപ്പൊ ഡാനിയൽ ഗോൾമാനോട് ചേർത്തിട്ടാണ് ഇമോഷണൽ ഇന്റലിജൻസ്, EI എന്ന് പറയുന്ന ടേം എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ് ഇത് ആര് പോപ്പുലറൈസ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് EIയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ടേം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോൾമാൻ മോഡൽ അനുസരിച്ച് ഇമോഷണൽ ഇന്റലിജൻസിന്റെ മെയിൻ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് തന്നെയാണ്. ഈ ഇമോഷണൽ ഇന്റലിജൻസ് ആക്ച്വലി മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ്, മാനേജ് ആൻഡ് യൂസ് ഇമോഷൻസ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ്. ഇൻ അവർസെൽസ് ആൻഡ് അതേഴ്സ്, നമ്മുടെ ഉള്ളിൽ തന്നെയും മറ്റുള്ളവരിലുമുള്ള ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുക, മാനേജ് ചെയ്യുക, ഇമോഷൻസിനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ മീനിങ്. അപ്പൊ അതിന് ഏറ്റവും ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. നോസ് വൺസ് ഓൺ ഇമോഷൻസ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് സെൽഫ് റെഗുലറേഷൻ, അതായത് കൺട്രോളിങ് ഇമ്പൾസസ്, കൺട്രോളിങ് ആൻഡ് മാനേജിങ് ഇമോഷൻസ് എന്നുള്ളതാണ്. മൂന്നാമത്തത് മോട്ടിവേഷൻ, അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്വയം ഉണ്ടാക്കിയെടുക്കുക, ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അടുത്തത് എമ്പതി, അത് എന്ന് പറയുന്നത് സ്വന്തം ഫീലിംഗ് മനസ്സിലാക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തത് സോഷ്യൽ സ്കിൽസ് എന്നുള്ളതാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം വർക്ക് എബിലിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എമ്പതി, സോഷ്യൽ സ്കിൽസ് എന്നിവയൊക്കെയാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ മെയിൻ കമ്പോണൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇമോഷണൽ ഇന്റലിജൻസ് ഈസ്, വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഒന്ന് ability to recognize, understand and manage own emotions, ability to recognize, understand and only others in emotions. Option C, the ability to memorize past emotions. Option D, ability to control others negative emotion. Emotional intelligence എന്ന് പറയുന്നത് നമുക്കറിയാം, it is the ability to recognize, understand, manage and use emotions effectively in ourselves and others എന്നുള്ളതാണ്. സ്വന്തം ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ബി, the ability to recognize, understand and only others emotion എന്നുള്ളത് തെറ്റാണ്. കാരണം മറ്റുള്ളവരുടെ മാത്രം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോകുന്നില്ല. അതുപോലെ ഓപ്ഷൻ സി, the ability to memorize past emotion എന്നുള്ളതല്ല ഇമോഷണൽ ഇന്റലിജൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയും അല്ല ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മാച്ചിങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഓപ്ഷൻ എ ആണ്. എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഓൺ ഇമോഷൻ. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഒപ്പം അതേഴ്സ് കൂടി ഉണ്ട്. പക്ഷെ നമുക്കിവിടെ അവിടെ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് എ ആണ്. കാരണം ബിയിലേക്ക് പോകുമ്പോൾ only others എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എക്സാം ബാച്ചുകളുടെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ട് കേഡറ്റ്, സെറ്റ്, HSST, VHSC, CTET പോലുള്ള
അടുത്ത എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയില് കേഡറ്റിന്റെ സർവീസ് ടീച്ചേഴ്സിനുള്ള എക്സാം പ്രതീക്ഷിക്കാം. ജൂൺ ജൂലൈ ആയിട്ട് കേഡറ്റിന്റെ ജനറൽ കാറ്റഗറി എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം പ്രതീക്ഷിക്കാം. സെറ്റ് എക്സാം പ്രതീക്ഷിക്കാം. സീഡറ്റ് എക്സാം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മെയ് ടു ജൂലൈ മാസങ്ങളിലായിട്ട് HSST VHSC എക്സാമുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കറിയാം ടീച്ചിങ് ഫീൽഡിൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കോച്ചിങ് എടുത്താൽ വേറെ ഒന്നും നോക്കണ്ട, ഇവരെ മാത്രം ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമെന്ന് വിശ്വാസത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടോസ് അക്കാഡമി എന്ന് പറയുന്നത്. എല്ലാ എക്സാംസിലും എല്ലാ സബ്ജക്റ്റുകൾക്കും കോച്ചിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ യൂട്യൂബിലൂടെയും അല്ലാത്ത ആക്ടിവിറ്റീസിലൂടെയും ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ 100 ഇരട്ടിയാണ് നമ്മൾ കോച്ചിങ്ങിന് വന്നു കഴിയുമ്പോൾ നിങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നത്. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 75 10 15 5 4 8 5 അടുത്ത എക്സാംസിനൊക്കെ വേണ്ടിയുള്ള ബാച്ചുകൾ ഫെബ്രുവരി അവസാനത്തോടു കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഉറപ്പായിട്ടും നമുക്ക് പാസ്സാകാനായിട്ട് പറ്റൂ കേട്ടോ. അടുത്ത ഭാഗം ലേണിംഗ് തിയറീസിൽ നിന്നുമുള്ളതാണ്. നമുക്കറിയാം ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, കൊഗ്നിറ്റീവ് ഫീൽഡ് തിയറീസ് എന്നിങ്ങനെ പറയുന്ന സൈക്കോളജിയുടെ പല ബ്രാഞ്ചുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ്, അതിലെ ലേണിംഗ് തിയറീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വിച്ച് തിയറി എംഫസൈസസ് ലേണിംഗ് ത്രൂ ദ അസോസിയേഷൻ ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്? SR കണക്ഷനിലൂടെ തിയറി ലേണിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. SR സ്റ്റിമുലസ് റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഹ്യൂമനിസം, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, കൊഗ്നിറ്റിവിസം. അപ്പോൾ നമുക്ക് ഓരോ ഇസങ്ങളും എന്താണ്, ഇത് ആര് പോപ്പുലറൈസ് ചെയ്തു എന്ന് അനലൈസ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. ഓരോ ഇസങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമനിസം. മാനവികതാവാദം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാനായിട്ട് പറ്റും. ഇറ്റ് ഫോക്കസസ് ഓൺ സെൽഫ് ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഫ്രീ വിൽ. അതായത് സ്വയം ഉള്ള ഡെവലപ്മെന്റിന്റെ, പേഴ്സണൽ ഗ്രോത്തിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇവിടെ ലേണിംഗ് ഈസ് അബൌട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ, നോട്ട് സ്റ്റിമുലസ് റെസ്പോൺസ്. അപ്പോൾ ഹ്യൂമനിസത്തിനെ സംബന്ധിച്ചിടത്തോളം SR കണക്ഷൻ അല്ല ലേണിംഗ് എന്ന് പറയുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഇനി ഹ്യൂമനിസ്റ്റുകൾ, പ്രധാന സൈക്കോളജിസ്റ്റുകളാണ് ഹ്യൂമനിസ്റ്റിൽ വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള പ്രധാന സൈക്കോളജിസ്റ്റുകളാണ് കാൾ റോജർ, എബ്രഹാം മാസ്ലോ, ഇവരൊക്കെ. അപ്പൊ അബ്രഹാം മാസ്ലോവിന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് തിയറി നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കാൾ റോജറിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സെൽഫ് കൺസെപ്റ്റും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാന സൈക്കോളജിസ്റ്റുകൾ. ഇനി ഹ്യൂമനിസം എംഫസൈസസ് ഇമോഷൻസ് ആൻഡ് പേഴ്സണൽ മീനിങ്, നോട്ട് കണ്ടീഷനിങ്. അപ്പോൾ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, സെൽഫ് ഡെവലപ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ SR കണക്ഷനെ, അസോസിയേഷൻ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു തിയറി അല്ല ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്നും ഹ്യൂമനിസത്തിനെ വെട്ടിക്കളയാം. അടുത്തത് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞ് 100 തവണ കേട്ടിട്ടുണ്ട്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ജ്ഞാനനിർമ്മിതി വാദം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ജീൻ പിയാഷെ, വൈഗോട്സ്കി ഒക്കെയാണ് പ്രധാന വക്താക്കള്. ബ്രൂണർ ഇതിന്റെ ഒരു പ്രധാന വക്താവാണ്. അപ്പം ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റിവിസ്റ്റില് ജീൻ പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, അസുബല്, ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജീൻ പിയാഷെയുടെ ഭാഗത്തു നിന്നും, വൈഗോട്സ്കിയിൽ നിന്നും, ബ്രൂണറിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. ഇതിൽ ജീൻ പിയാഷെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താവും വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താവുമാണ്. ഇനി കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു
ഡെഫിനിഷനിലേക്ക് ലേണിങ്ങിനെ കൊണ്ടുവരുന്ന ഒരു ബ്രാഞ്ചാണ് കൺസ്ട്രക്റ്റിവിസം. എന്താണ്? ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. അറിവ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. നോട്ട് SR ലിങ്ക്സ്. ജസ്റ്റ് സിമ്പിൾ SR ലിങ്കിലൂടെ ഫോം ചെയ്യുന്നതല്ല ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് തിങ്കിങ്, അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെയിൻ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. It emphasizes cognitive development and social interaction. ഓക്കെ, അപ്പോൾ SR ലിങ്കിലൂടെ ആണ് ലേണിംഗ് വരുന്നത് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അല്ല കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ഇറ്റ് ഫോക്കസസ് ഓൺ തിങ്കിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ മെയിൻ ഐഡിയാസ്. അടുത്തത് കൊഗ്നിറ്റിവിസം. കൊഗ്നിറ്റിവിസം എന്ന് ഉദ്ദേശിക്കുന്നത് കൊഗ്നിറ്റീവ് ഫീൽഡ് തിയറീസ് ഒക്കെയാണ്. ഞാനിവിടെ കൊഗ്നിറ്റിവിസത്തിലെ ജെറോം ബ്രൂണറിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ കൊഗ്നിറ്റിവിസം എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് ജെറോം ബ്രൂണർ, അദ്ദേഹം ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് കൂടിയാണ് കേട്ടോ. നിങ്ങളത് കണക്ട് ചെയ്ത് പഠിച്ചോണം. ജെറോം ബ്രൂണർ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്, ഒരു കൊഗ്നിറ്റിവിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എഡ്വാർഡ് ടോൾമാൻ ഒരു കൊഗ്നിറ്റിവിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടോൾമാൻ എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിസ്റ്റ് കൂടിയാണ്. അപ്പോ ജെറോം ബ്രൂണർ, എഡ്വാർഡ് ടോൾമാൻ ഒക്കെയാണ് കൊഗ്നിറ്റിവിസത്തിന്റെ വക്താക്കള്. ജെറോം ബ്രൂണർ ഒരു കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. കൊഗ്നിറ്റിവിസത്തിലും കൺസ്ട്രക്റ്റിവിസത്തിലും കണക്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം ഒക്കെ നമുക്ക് കൊഗ്നിറ്റിവിസത്തോടും കൺസ്ട്രക്റ്റിവിസത്തോടും കണക്ട് ചെയ്യാൻ പറ്റും. ടോൾമാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കൊഗ്നിറ്റീവ് ബിഹേവിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലാറ്റന്റ് ലേണിംഗ്, പർപ്പസീവ് ബിഹേവിയറിസം, കൊഗ്നിറ്റീവ് മാപ്പ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ സൈൻ ഗെസ്റ്റാൾട്ട് തിയറി, ഇതൊക്കെ നമുക്ക് കൊഗ്നിറ്റിവിസത്തോട് കൂടുതൽ മാച്ച് ചെയ്യാൻ പറ്റും. ഒപ്പം അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് കൂടിയാണ് കേട്ടോ. ഇനി കൊഗ്നിറ്റിവിസം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ് ഫോക്കസസ് ഓൺ മെന്റൽ പ്രോസസ്സസ്, മെമ്മറി, പെർസെപ്ഷൻ, പ്രോബ്ലം സോൾവിങ് എന്നിങ്ങനെയുള്ള മെന്റൽ പ്രോസസ്സുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് SR കണക്ഷനെ ഫോക്കസ് ചെയ്യുന്ന ഒന്നല്ല. ലേണിംഗ് ഈസ് അബൌട്ട് ഹൗ ദ ബ്രെയിൻ പ്രോസസ് ഇൻഫർമേഷൻ, നോട്ട് ലിമിറ്റഡ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് എങ്ങനെ ബ്രെയിൻ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ കൊഗ്നിറ്റിവിസ്റ്റുകൾ പറയുന്നത്. SR കണക്ഷനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹ്യൂമനിസവും കൺസ്ട്രക്റ്റിവിസവും കൊഗ്നിറ്റിവിസവും അല്ല ഈ പറയുന്ന SR കണക്ഷന്റെ അസോസിയേഷൻ വഴി ലേണിംഗ് നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം, ബിഹേവിയറിസം. അപ്പോൾ ബിഹേവിയറിസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു, മുകളിൽ കണ്ട ടോൾമാൻ ഒരു ബിഹേവിയറിസ്റ്റ് കൂടിയാണെന്ന് കണ്ടു. പക്ഷെ ബിഹേവിയറിസത്തിന്റെ മെയിൻ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത് ഒന്ന് പാവ്ലോവ്, അതുപോലെ തന്നെ സ്കിന്നർ, വാട്സൺ, പിന്നെ നമുക്ക് തോണ്ടൈക്ക് ഒക്കെ ബിഹേവിയറിസ്റ്റുകളാണെന്ന് പറയാനായിട്ട് പറ്റും. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ കണ്ടീഷനിങ് എന്ന് പറയുന്ന മെയിൻ ആശയത്തിലേക്കാണ് ബിഹേവിയറിസം പറയുന്നത്. എങ്ങനെയുള്ള കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ പ്രോസസ്സാണ്. SR കണക്ഷനെയാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ ഫോക്കസ് ചെയ്യുന്ന കണ്ടീഷനിങ് പ്രോസസ്സിലൂടെ ലേണിംഗ് നടക്കുന്നു എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, വിച്ച് തിയറി എംഫസൈസസ് ലേണിംഗ് ത്രൂ ദ അസോസിയേഷൻ ഓഫ് SR, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ബിഹേവിയറിസം ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഓരോ ബ്രാഞ്ചസിന്റെയും ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ശരിക്കും ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകളിലെ എല്ലാം തിയറി സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. പിയാഷെ, വൈഗോട്സ്കി, കാൾ റോജർ, എബ്രഹാം മാസ്ലോ, ടോൾമാൻ, ബ്രൂണർ, പാവ്ലോവ്, സ്കിന്നർ, തോണ്ടയ്ക്ക്, ഇവിടെയൊക്കെ തിയറികളിൽ നിന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ 100% ഉറപ്പായും സാധ്യത ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തോളുക. വില്യം സ്റ്റേൺ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻ എ ഇമോഷണൽ ക്വോഷ്യന്റ്, ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഓപ്ഷൻ സി ഇന്റലിജൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഇന്റലിജൻസ് ക്വോഷ്യന്റ്. അപ്പോൾ 4 ഓപ്ഷൻസിൽ ഏതാണ് റൈറ്റ് എന്ന് കമന്റ് ചെയ്യാം. ബാക്കി 3 ഓപ്ഷൻസ് ആരാണ് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കി കമന്റ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് എബ്രഹാം മാസ്ലോ.
എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിച്ചു കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറയുന്ന പോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഫൗണ്ടർ ആയിട്ടാണ് എബ്രഹാം മാസ്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം ഫേമസ് ആക്കിയ പോപ്പുലറൈസ് ചെയ്ത തിയറിയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ നീഡുകളെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യങ്ങളെ ഒരു പിരമിഡിന്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യാണ് ചെയ്തത്. അതിൽ 5 ലെവൽസ് ഉണ്ട് എന്നും പറയുകയുണ്ടായി. 5 പ്രധാന ആവശ്യങ്ങളെ ഒരു പിരമിഡിന്റെ ഒരു രീതിയിലാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിനെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പിരമിഡ് തന്നിട്ട് അതിന്റെ 5 നീഡ്സിൽ ഒരെണ്ണം ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് ചോദിച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരെണ്ണം ആയിരിക്കും ബ്ലാങ്ക് ആക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡറിൽ ഇങ്ങനെ നീഡ്സ് എല്ലാം തന്നിട്ട് അത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിരിക്കും. താഴത്തുനിന്ന് മുകളിലോട്ടോ മുകളിൽ നിന്ന് താഴത്തോട്ടോ അറേഞ്ച് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിക്ക് ഈ നീഡിനെ എപ്പോഴും അറേഞ്ച് ചെയ്ത് പഠിക്കണം. ഈ ഒരു പിരമിഡ് ആവുമ്പം അതിന്റെ ബേസ് പോർഷൻ എന്ന് പറയുന്നത് ബേസിക് നീഡ്സിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഒരു മനുഷ്യന്റെ ബേസിക് നീഡ് എന്താണ്? സർവൈവൽ നീഡ്സ് ആണ് അല്ലെ. അത് തന്നെയാണ് ഫസ്റ്റ് ലെയറിൽ ഏറ്റവും ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിനെ മാസ്ലോ ബേസിക് നീഡ്സിനെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പേരിട്ട് വിളിക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ്? ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, ഷെൽട്ടർ. ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ബേസിക് സർവൈവൽ നീഡ്സ്. അത് തന്നെയാണ് നമ്മുടെ ബോട്ടം പോർഷനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് സേഫ്റ്റി നീഡാണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ്. സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ, സ്റ്റേബിൾ ജോബ്, ഹെൽത്ത് എന്നിവയൊക്കെയാണ്. തേർഡ് വൺ ബിലോങ്ങിങ്നെസ്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്ന് പറയാൻ പറ്റും. സ്നേഹം, ഒന്നിച്ചു ചേരുക, എങ്ങനെയുള്ള ആവശ്യങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പഠിക്കാം, ഇംഗ്ലീഷിൽ പഠിക്കാം. ഫിസിയോളജിക്കൽ നീഡിനെ ശാരീരിക ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിനെ സുരക്ഷിത ആവശ്യങ്ങൾ എന്ന് പറയുന്നു. ബിലോങ്ങിങ്നെസ്സിനെ സ്നേഹം, ഒന്നിച്ചു ചേരുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നു. അപ്പം ബിലോങ്ങിങ്നെസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ലവ്, സോഷ്യൽ അക്സെപ്റ്റൻസ് ഇവയൊക്കെയാണ്. അടുത്തത് എസ്റ്റീം നീഡ്സ് ആണ്. ആത്മബഹുമാന ആവശ്യകതകൾ, സെൽഫ് റെസ്പെക്ട്, റെക്കഗ്നിഷൻ, സ്റ്റാറ്റസ്, കോൺഫിഡൻസ് എന്നുള്ളതൊക്കെയാണ്. ഹയസ്റ്റ് ലെവൽ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അപ്പൊ എബ്രഹാം മാസ്ലോയുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അച്ചീവിങ് ഫുൾ പൊട്ടൻഷ്യൽ, പേഴ്സണൽ ഗ്രോത്ത്, ഇതൊക്കെയാണ്. ഹ്യൂമനിസം എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ. ബേസിക് ടു ഹയർ എന്നുള്ള ഓർഡറിലാണ് ആ പിരമിഡിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അൺസാറ്റിസ്ഫൈഡ് ലോവർ നീഡ്സ് മോട്ടിവേറ്റ് ബിഹേവിയർ എന്നുള്ള ഒരു ആശയത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓർഡറിൽ ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് ഞാൻ പറഞ്ഞു തരാം. ഒരു മെമ്മറി ട്രിക്ക് ആണ്. PSLES എന്ന് ഓർക്കുക. അല്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ലവിങ് എവ്രി വൺ സീരിയസ്ലി. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഹ്യൂമനിസം, മാനവികതാവാദം എപ്പോഴും പേഴ്സണൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഒറ്റ സെന്റൻസ് നിങ്ങൾ ഓർക്കുക. പ്ലീസ് സ്റ്റോപ്പ് ലവിങ് എവ്രി വൺ സീരിയസ്ലി. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ P. പ്ലീസ് സ്റ്റോപ്പ് ലവിങ് എവ്രി വൺ സീരിയസ്ലി. ഈ ഒരു കോട്ട് നിങ്ങൾ എബ്രഹാം മാസ്ലോവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. Pനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ഫിസിയോളജിക്കൽ നീഡുമായിട്ട്. ഫസ്റ്റ് എസിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? സേഫ്റ്റി. then L ലവ്, E എസ്റ്റീം, S സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്കിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പിരമിഡിനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. പ്ലീസ് സ്റ്റോപ്പ് ലവിങ് എവ്രി വൺ സീരിയസ്ലി. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കോഡിലൂടെ ആക്ച്വലി നിങ്ങൾക്ക് മിക്ക തിയറീസും ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Which among the following needs can be placed in the blank space of Maslow's hierarchy? അപ്പോൾ ഫോർത്ത് വൺ ആണ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓർഡറിലൊന്ന് ഓർത്ത് നോക്കുക. പ്ലീസ് സ്റ്റോപ്പ് ലവിങ് എവ്രി വൺ സീരിയസ്ലി. ഫസ്റ്റ് വൺ P, ഫിസിയോളജിക്കൽ നീഡ്. സെക്കൻഡ് വൺ S, സേഫ്റ്റി നീഡ്. തേർഡ് വൺ L, എന്താണ്, ലവ്, ബിലോങ്ങിങ് നീഡ്. അടുത്തെന്താണ്? നെക്സ്റ്റ്
ഇ ആണ്, എസ്റ്റീം നീഡ് ആണ്. അപ്പം എസ്റ്റീം നീഡ് ആണ് അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുന്നത്. ലാസ്റ്റ് വൺ ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നിങ്ങൾ മാസ്ലോവിന്റെ ഹൈറാർക്കിയുടെ ടോപ്പിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണെന്ന് ഒറ്റ വേർഡിലൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അതിന്റെ ഓർഡർ. തിരിച്ചും മറിച്ചും ഒക്കെ ഓർഡറിൽ എന്താണ് ഡിസോർഡറിൽ തന്നിട്ട് ഓർഡറിലാക്കാനും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വളർച്ചയും വികാസവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഏത് കാറ്റഗറി ആണെങ്കിലും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ഗ്രോത്ത് വളർച്ച, ഡെവലപ്മെന്റ് വികാസം. ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ ചോദിച്ചുകൊണ്ടും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടു. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഡെവലപ്മെന്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഹാപ്പൻ. വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് ഓപ്ഷൻ എ ജനനപൂർവ്വകാലം മുതൽ മരണം വരെ, ഫ്രം പ്രീ നേറ്റൽ സ്റ്റേജ് ടിൽ ഡെത്ത്. ഓപ്ഷൻ ബി കുട്ടിക്കാലം മുതൽ മരണം വരെ, ഫ്രം ചൈൽഡ്ഹുഡ് സ്റ്റേജ് ടിൽ ഡെത്ത്. ഓപ്ഷൻ സി കുട്ടിക്കാല പൂർവ്വകാല ഘട്ടം മുതൽ കൗമാരം വരെ, ഫ്രം പ്രീ ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ്. ഓപ്ഷൻ ഡി ജനന പൂർവ്വകാലം മുതൽ കൗമാരം വരെ, ഫ്രം പ്രീ നേറ്റൽ സ്റ്റേജ് ടിൽ അഡോളസെൻസ്. അപ്പോൾ വികാസം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മെയിൻ ആയിട്ടും ഈ ഒരു ഒറ്റ വാക്യത്തിലൂടെ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്, ഡെവലപ്മെന്റ് ഈസ് ലൈഫ് ലോങ്. കണ്ടിന്യൂസ് ആണ്, ലൈഫ് ലോങ് ആണെന്ന് പറയുമ്പോൾ ഇത് ജനന പൂർവ്വ കാലഘട്ടം മുതൽ പ്രീ നേറ്റൽ സ്റ്റേജ് മുതൽ മരണം വരെ നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്, ഡെവലപ്മെന്റ് ഈസ് ലൈഫ് ലോങ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഡെവലപ്മെന്റ് പോലെ തന്നെ ഗ്രോത്തിനെ പഠിക്കണം. ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം, ജനറൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾ അതും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഒത്തിരി ലെങ്തി ആവുന്നത് കൊണ്ട് ഞാൻ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധമില്ലാത്ത ആശയം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐഡിയ ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് സിഗ്മണ്ട് ഫ്രോയിഡ്? നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ആദ്യമേ. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ റോജർ, എറിക്സൺ, കാൾ യങ്, ട്രേറ്റ് അപ്രോച്ചുകൾ, ഇതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം, സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്നതും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആശയത്തിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം സൈക്കോ അനലിറ്റിക്കൽ തിയറിയുടെ വക്താവാണ്. അപ്പോൾ സൈക്കോ അനാലിസിസിന്റെ സ്റ്റേജ് തിയറി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്റ്റേജ് തിയറിയിൽ നിന്നൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധമില്ലാത്ത ആശയം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസിലെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഫ്രോയിഡിന്റെ മേജർ ആശയമാണ്, മേജർ കോൺട്രിബ്യൂഷൻ ആണ്. അടുത്തത് കണ്ടീഷനിങ്, നമ്മൾ കുറച്ചു മുമ്പൊക്കെ കണ്ടതാണ്. കണ്ടീഷനിങ് എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റിലെ ഒരു ആശയമാണ്. അത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഇതൊക്കെ പാവ്ലോവ്, സ്കിന്നറുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു. ഇനി ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, ഇത് ഫ്രോയിഡിന്റെ ഒരു ആശയമാണ്. അദ്ദേഹം ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ഡ്രീം ഇന്റർപ്രിട്ടേഷൻ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഈഗോ ഡിഫൻസ് മെക്കാനിസം ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തതാണ്. കൺസെപ്റ്റ് ഓഫ് ഈഗോ ആൻഡ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഫ്രോയിഡിന്റെ എന്താണ് കൺസെപ്റ്റുകളാണ് സൈക്കോ അനാലിസിസ്, ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, ഈഗോ ഡിഫൻസ് മെക്കാനിസം ഒക്കെ. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം. ഡിഫൻസ് മെക്കാനിസംസ് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, സബ്ലിമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, ഇതെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധമില്ലാത്ത ആശയമാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷനിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട്, ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്. അപ്പോൾ കണ്ടീഷനിങ് ആണ് നിങ്ങൾ റൈറ്റ് ആൻസർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ആൻസർ ക്വസ്റ്റ്യൻ ആണ്. KCF, NCF, NEP, RT, ഈ 4 കാര്യങ്ങൾ നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. KCF, NCF, NEP, RT, ഉറപ്പായിട്ടും ഇത് 4 എണ്ണം നിങ്ങൾ അതിന്റെ മെയിൻ ഫീച്ചേഴ്സും ഇയറുകളൊക്കെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, കമന്റ് ചെയ്യുക ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു KCF, the flexible curriculum associated with dash level
പ്രീ സ്കൂൾ ലെവൽ, പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ. ക്വസ്റ്റ്യനും ആൻസറും കണ്ടെത്തി കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഏതോ ഒരു തവണ വീഡിയോ എടുത്തപ്പം അതിൻ്റെ താഴെ ഒരു നാല് ക്വസ്റ്റ്യൻ ആ സ്ലൈഡിൽ ഫുൾ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന്. താഴെ ഒരു വ്യക്തി, ഒരു ടീച്ചർ കമന്റ് ചെയ്തിരിക്കുന്നതാണ്, ഇതിന്റെ ആൻസർ കൂടി നിങ്ങൾക്ക് പറയാൻ മേലെന്ന്. എനിക്ക് വേണേൽ പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യുമ്പോൾ ഞാനത് നിങ്ങളുടെ ചെവിയിൽ 100 തവണ പറയുന്നതിനും ഫാസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരിക്കലും മറക്കാത്തതുപോലെ നിങ്ങളുടെ തലയിൽ അത് മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെയധികം കുറുക്കുവത്തികൾ ഉപയോഗിച്ച് മാത്രം പോയി നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് പറ്റില്ല. കുറേ യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, കുറേ ക്ലാസ്സുകളുണ്ട്, കുറേ നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും കിട്ടുന്നു. ഇങ്ങനെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. നമ്മളുടെ മൈൻഡിൽ പഠിക്കുന്ന കാര്യങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അത് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് നിങ്ങൾക്ക് തരുന്നതിലും മടി ഉണ്ടായിട്ടല്ല, നിങ്ങളും കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് കുട്ടികളുടെ വൈകാരിക പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വൈകാരിക പ്രകടനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, വളർച്ചയുടെ ഘട്ടങ്ങളെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ് എന്നിങ്ങനെയൊക്കെയുള്ള ഇനിയുണ്ട് കേട്ടോ. അഡോളസൻസിൽ നമ്മൾ നിൽക്കുകയല്ല, അതിനുശേഷം വീണ്ടും അഡൽട്ട്ഹുഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല സ്റ്റേജ് ഉണ്ട്. അതിന്റെ ഓർഡറിൽ പഠിക്കണം, ഏത് വയസ്സ് മുതലാണ് ഓരോ സ്റ്റേജും വരുന്നത്, ആ സ്റ്റേജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ, നിക് നെയിംസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പൊ അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പ്രസ്താവനയാണ്, അത് ഏത് സ്റ്റേജ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നോക്കാം. ഇതിൽ ശ്രദ്ധിക്കുക, കാറ്റഗറി 1, 2, 3, 4 സൈക്കോളജി എല്ലാവർക്കും കോമൺ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 99% ക്വസ്റ്റ്യൻ അല്ല, സിലബസ് കോമൺ ആണ് 99%. ബാക്കി നിൽക്കുന്ന 1% എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാറ്റഗറി 1 ആണെങ്കിൽ പ്രൈമറി LP സ്കൂളിലെ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് ആ ഒരു സ്റ്റേജിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. UP സ്കൂള് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കാറ്റഗറി 2, 4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ UP സ്കൂളിനെ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഒരു സ്റ്റേജ് തിയറി ഒക്കെ ചോദിക്കുവാണെങ്കിൽ, പിയാഷയുടെ തിയറി ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ UP സ്കൂളിനെ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 3 ആവുമ്പം എന്താണ് അഡോളസെന്റേജിനെ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലുള്ളത്. ആ ഒരു വ്യത്യാസമാണ് ആ ഒരു 1%. പിന്നെ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽറ്റി ലെവൽ ഒരു 2-3 ഇയർ ബാക്കിൽ കാറ്റഗറി 3 ഏറ്റവും പാടായിരുന്നു, 1 എളുപ്പം, 2 എളുപ്പം എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കാറ്റഗറി 1 ആണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കുന്നതെന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പോൾ തോന്നാറുണ്ട്. ചില വർഷങ്ങളിൽ 2, 3നേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 99% നിങ്ങൾ ഒരേ ലെവലിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജീനെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അഭിമുഖീകരിക്കാനായിട്ട് പറ്റും. ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേബിൾ ഇമോഷണൽ പെർഫോമൻസ്, നോവൽ ഇമാജിനേഷൻസ്, growth of scientific thinking, strong bond and play with the same age group, increased sportsman spirit and encourage are the peculiarities of which stage of child development. ഇവിടെ സയന്റിഫിക് തിങ്കിങ്, ശാസ്ത്രീയ ചിന്തയുടെ വളർച്ച, നോവൽ ഇമാജിനേഷൻസ്, നൂതന ഭാവനാശേഷി, ഇമോഷണൽ പെർഫോമൻസ്, വൈകാരിക പ്രകടനം, അതുപോലെ തന്നെ ബോണ്ട് ആൻഡ് പ്ലേ വിത്ത് സെയിം ഏജ് ഗ്രൂപ്പ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ഏത് സ്റ്റേജുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഓപ്ഷൻസ് ഇൻഫാൻസി, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ് എന്നിവയൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോജിക്ക് യൂസ് ചെയ്ത് ഓപ്ഷൻ എയും ബിയും അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം സയന്റിഫിക് നോളജിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇൻഫാൻസിയിലും മിഡിൽ ചൈൽഡ്ഹുഡിലും അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൺഫ്യൂഷൻ അടിക്കുന്ന ഓപ്ഷൻ സിയിലും ഡിയിലുമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ എയും ബിയും അല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ലോജിക്ക് യൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഫാൻസി, ബർത്ത് ടു 2 ഇയേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കളികൾ, പ്ലേ എന്ന് പറയുന്നത് സോളിറ്ററി ആണ്, ഏകാന്തമാണ്, അത് തനിയെ ചെയ്യാൻ നോക്കുന്നതാണ്, ഒരു പ്ലേ ഗ്രൂപ്പിന്റെ കൂടെ അല്ല. ഇമോഷണൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ഈ 2 പ്രത്യേകത നമ്മൾക്ക് ഇൻഫാൻസി ആയിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ വൈകാരിക നിലവാരത്തെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാതറിൻ ബ്രിഡ്ജസിന്റെ ചാർട്ട്
നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതുമായി കണക്ട് ചെയ്ത് പറയാവുന്ന മറ്റൊരു തിയറിയാണ്. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് 3 to 6 years ആണ്. ഇവിടെ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻ പിയാഷയുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഈഗോസെൻട്രിക് ആണ് കുട്ടികൾ, അനിമിസ്റ്റിക് ആണ്, ഇമാജിനേഷൻ ഫാന്റസി ബേസ്ഡ് ആണ്, സോഷ്യൽ പ്ലേ എന്ന് പറയുന്നത് പാരലൽ ആണ്. ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് മാത്രം ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാന്റസി വേൾഡിലൊക്കെ ജീവിക്കുന്നവരാണ്. അവിടെ ഒരു സയന്റിഫിക് തിങ്കിങ് ഇല്ല, നോവൽ ഇമാജിനേഷൻസ് ഇല്ല, സെയിം ഏജ് ഗ്രൂപ്പുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ട് ഇല്ല. തീർച്ചയായിട്ടും മിഡിൽ ചൈൽഡ്ഹുഡ് അല്ല ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ അഡോളസൻസും ലേറ്റർ ചൈൽഡ്ഹുഡുമാണ് കൺഫ്യൂഷനിൽ വരുന്നത്. ലേറ്റർ ചൈൽഡ്ഹുഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ ഇമോഷൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്, കൺട്രോൾഡ് ആണ്. ഇനി പ്ലേ എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്, ഫിസിക്കൽ ആൻഡ് ടീം ബേസ്ഡ് ആണ്. ഇമാജിനേഷൻ റിയലിസ്റ്റിക് ആണ്, കൺസ്ട്രക്റ്റീവ് ആണ്, നോവൽ ആണ്. തിങ്കിങ് ലോജിക്കൽ ആണ്, സയന്റിഫിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അഡോളസെന്റ് ഏജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇമോഷൻസ് വോളറ്റൈൽ ആണ്. ഹോർമോൺ പ്രോബ്ലംസ് ഒക്കെ ഷൂട്ടൊക്കെ വരുന്നതുകൊണ്ട് വോളറ്റൈൽ ആണ്. പ്ലേ സോഷ്യൽ ഇന്റലക്ച്വൽ റിലേഷൻഷിപ്പിലേക്കൊക്കെയാണ് പോകുന്നത്. ഇമാജിനേഷൻ ഡേ ഡ്രീമിങ്ങും ഒക്കെ വരുന്നുണ്ട്. തിങ്കിങ് അബ്സ്ട്രാക്റ്റ് ആണ്, ഫിലോസഫിക്കൽ ആണ്. അപ്പൊ നമുക്കിവിടെ ഈ കറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എല്ലാ ഫീച്ചേഴ്സിലേക്കും വരുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ്. കാരണം സയന്റിഫിക് തിങ്കിങ്ങിന്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഓഫ് സയന്റിഫിക് തിങ്കിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോവൽ ഇമാജിനേഷൻസ് അത് ലേറ്റർ ചൈൽഡ്ഹുഡിന്റെ ഒരു ഫീച്ചർ ആണ്. അഡോളസെന്റ് ഏജിൽ ഡേ ഡ്രീമിങ്ങും ഐഡിയലിസ്റ്റിക് തിങ്കിങ്ങും ഒക്കെയാണ് വരുന്നത്. ഇനി സ്റ്റേബിൾ ഇമോഷണൽ പെർഫോമൻസ് വരുന്നുണ്ട്. സെയിം ഏജ് ഗ്രൂപ്പുമായിട്ട് സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്ത് വരുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡിലേക്കാണ്. അപ്പോൾ ഈ കറക്റ്റ് ഫീച്ചേഴ്സ് എല്ലാം പറയുന്നത് ഓപ്ഷൻ സിയിലാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂസ ഈസ് ഹാവിംഗ് എക്സലന്റ് എബിലിറ്റി ഇൻ റീസണിംഗ് ആൻഡ് ഫൈൻഡിംഗ് ലോജിക്കൽ റിലേഷൻഷിപ്സ്. ദിസ് എബിലിറ്റി ക്യാൻ ബി ടേംഡ് as dash. ട്രാൻസിറ്റിവിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേഷൻ, സീരിയേഷൻ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ ഓർത്തു പോകും. ട്രാൻസിറ്റിവിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേഷൻ, സീരിയേഷൻ. ഇപ്പൊ ഈ സീരിയേഷൻ, കൺസർവേഷൻ, ട്രാൻസിറ്റിവിറ്റി ഈ ടേം ഒക്കെ നമ്മുടെ ജീൻ പിയാഷയുടെ സ്റ്റേജ് തിയറിയിൽ വരുന്ന ഒരു ഫീച്ചർ ആണ്. അതായത് ജീൻ പിയാഷെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് സ്റ്റേജ് തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നിങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസിറ്റിവിറ്റി, കൺസർവേഷൻ, സീരിയേഷൻ ഇതൊക്കെ ജീൻ പിയാഷയുടെ ആ സ്റ്റേജുകളിൽ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം എന്നൊക്കെ പറയാൻ പറ്റും. 7 മുതൽ 11 വയസ്സ് വരെ ഈ സ്റ്റേജിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത, ഇവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് പോസിബിൾ അല്ല. യുക്തിചിന്തയ്ക്ക് അല്ലെങ്കിൽ റീസണിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എങ്കിൽ കൂടി അമൂർത്തമായ വസ്തുക്കളെ കുറിച്ച് അബ്സ്ട്രാക്ട് തിങ്കിങ് സാധ്യമല്ല. ഇവിടെ റിവേഴ്സിബിൾ തിങ്കിങ് പോസിബിൾ ആണ്, പ്രത്യാവർത്തന സിദ്ധി പോസിബിൾ ആണ്. അതുപോലെ തന്നെ കൺസർവേഷൻ, സീരിയേഷൻ, ട്രാൻസിറ്റിവിറ്റി ഇതൊക്കെ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ സംരക്ഷണം എന്ന് മലയാളത്തിൽ പറയാനായിട്ട് പറ്റും. അളവ് തൂക്കങ്ങളെ കുറിച്ചുള്ള ധാരണയാണ്. സീരിയേഷൻ എന്ന് പറയുന്നത് ശ്രേണീകരണം, എന്തെങ്കിലും ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ ക്രമീകരിക്കാൻ കഴിയുന്നതിനെയാണ് സീരിയേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകത. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ 4 ഓപ്ഷൻസിനെയും. ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്സ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അതിലൊരു യൂണിഫോം ഓർഡർ, ഒരു കൃത്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലേക്ക് പോകുന്നു. കൺസർവേഷൻ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി റിമൈൻസ് ദ സെയിം ഡിസ്പൈറ്റ് ചേഞ്ചസ് ഇൻ ഷേപ്പ്. അളവ് തൂക്കങ്ങളെ കുറിച്ചുള്ള ധാരണ, ഷേപ്പ് മാറിയാലും
ഇപ്പം 1 ലിറ്റർ ചതുരത്തിലുള്ള ഒരു പാത്രത്തിലെടുത്താലും വട്ടത്തിലുള്ള ഒരു പാത്രത്തിലെടുത്താലും എല്ലാം 1 ലിറ്റർ എല്ലായിടത്തും സെയിം ആണ്. അങ്ങനെയുള്ള ഒരു ഐഡിയയിലേക്ക് പോകുന്നതിനെയാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി സീരിയേഷൻ, അറേഞ്ച് ഒബ്ജക്ട്സ് ഇൻ ലോജിക്കൽ ഓർഡർ, വസ്തുക്കളെ അതിന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനുള്ള കഴിവ് സീരിയേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഓരോ ടേമിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ മൂസയുടെ പ്രത്യേകത എന്താണ്? മൂസ ഈസ് ഹാവിങ് എക്സലന്റ് എബിലിറ്റി ഇൻ റീസണിങ് ആൻഡ് ഫൈൻഡിങ് ലോജിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. റീസണിങ് എബൌട്ട് ലോജിക്കൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ടേമിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിള് ജീൻ പിയാഷയുടെ തിയറി ആണെന്ന് പോലും മെൻഷൻ ചെയ്യാണ്ട് അതിൽ നിന്ന് എടുത്ത് ചോദിച്ചേക്കുന്നതാണ്. ജീൻ പിയാഷയുടെ തിയറി ആണെന്ന് ചോദിച്ചുകൊണ്ട് ഫീച്ചർ ചോദിക്കാം. ഈ ഫീച്ചർ ജീൻ പിയാഷയുടെ ഏത് സ്റ്റേജിൽ വരുന്നതാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ജീൻ പിയാഷെ, അതുപോലെ തന്നെയാണ് വൈഗോട്സ്കി, സിഗ്മണ്ട് ഫ്രോയിഡ്, ബ്രൂണർ, കോൾബർഗ്, ഇതൊക്കെ ഇവരുടെ ഓരോ സ്റ്റേജ് തിയറീസും അതിന്റെ ഫീച്ചേഴ്സും ഉറപ്പായിട്ടും പഠിക്കണം. ഇതൊക്കെ നമ്മുടെ പെയ്ഡ് കോച്ചിങ് എടുക്കുന്ന സ്റ്റുഡൻസിന് വ്യക്തവും കൃത്യവുമായി ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് 100 തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ നിന്നുമുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ഗെസ്റ്റാൾട്ട് സിദ്ധാന്തങ്ങളിലെ തത്വങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലോ ഓഫ് പ്രോക്സിമിറ്റി, ഓപ്ഷൻ ബി ലോ ഓഫ് ഡിസ്യൂസ്, ഓപ്ഷൻ സി ലോ ഓഫ് ക്ലോഷർ, ഓപ്ഷൻ ഡി ലോ ഓഫ് പ്രാഗ്നൻസ്. ശ്രദ്ധിക്കുക, ഗെസ്റ്റാൾട്ട് ലോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഗെസ്റ്റാൾട്ട് ലോസ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ലോ ഓഫ് സിമിലാരിറ്റി, സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം, ലോ ഓഫ് ക്ലോഷർ, പരിപൂർത്തി നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ചാ നിയമം, ഇതൊക്കെയാണ്. ഇതിന്റെ കൂടെ ലോ ഓഫ് പ്രാഗ്നൻസ്, ലോ ഓഫ് ഫിഗർ ഗ്രൗണ്ട്, ലോ ഓഫ് കോമൺ ഫേറ്റ് ഇത് കൂടി വരുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ 4 ലോസ് ആണ് ചോദിക്കുന്നത്. 4ഉം ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒപ്പം ഇങ്ങനെ 3 ലോസ് കൂടി ഉണ്ട് എന്നും പേര് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രാഗ്നൻസി, ഇത് 3ഉം ഗെസ്റ്റാൾട്ട് ലോ ആണ്. തെറ്റായിട്ടുള്ളത് ലോ ഓഫ് ഡിസ്യൂസ് ആണ്. ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത് തോണ്ടൈക്കിന്റെ ലോ ആണ്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള 3 ലോസ് ആണ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, അതിലാണ് യൂസും ഡിസ്യൂസും വരുന്നത്, ലോ ഓഫ് എഫക്ട് എന്നിവയാണ്. അപ്പോൾ ഗെസ്റ്റാൾട്ട് ലോസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇനി നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്റലിജൻസ്, ബുദ്ധി എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റുകളെ പറ്റിയും ഇന്റലിജൻസ് തിയറീസിനെ പറ്റിയും അത് പ്രപ്പോസ് ചെയ്ത സൈക്കോളജിസ്റ്റുകളെ പറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. WAIS അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. WAIS എന്ന് പറയുമ്പോൾ വെസ്റ്റ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നുള്ളതാണ്. ഇത് ഒത്തിരി തവണ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് അഡൽട്ടുകളിന് വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് വെസ്റ്റലാണ്. അപ്പോൾ WAISന്റെ ഫുൾ ഫോം പഠിക്കുക. ഇതുപോലുള്ള മറ്റ് ഇന്റലിജൻസ് ടെസ്റ്റുകളെ പറ്റിയും അതിന് ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ അതിന്റെ അബ്രിവേഷനും അത് ആര് പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയുകയുണ്ടായി ഇന്റലിജൻസ് ഉറപ്പായിട്ടും പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. An intellectual activity involves 3 aspects: content, operation and product. Who proposed this idea? ബൗദ്ധിക പ്രവർത്തനത്തിന് 3 തലങ്ങളുണ്ട്. അതിലൊന്നാണ് കണ്ടന്റ്, ഉള്ളടക്കപരം. സെക്കൻഡ് വൺ ഓപ്പറേഷൻ, പ്രക്രിയാപരം. തേർഡ് വൺ ഉൽപ്പന്നപരം, പ്രോഡക്റ്റ്. ഇങ്ങനെ 3 തലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതാരാ എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഗിൽഫോർഡ്, ബി സ്റ്റെയിൻബർഗ്, സി ചാൾസ് സ്പിയർമാൻ, ഡി ഹവാർഡ് ഗാർണർ. ബുദ്ധിക്ക് ഓപ്പറേഷൻ, കണ്ടന്റ്, പ്രോഡക്റ്റ് എന്നിങ്ങനെ 3 തലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഗിൽഫോർഡ് ആണ്. അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് SI മോഡലിലാണ് ഈ 3D മോഡൽ, SI മോഡൽ, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് 3D മോഡലാണ്. 3 കൺസെപ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു SI മോഡൽ, സ്ട്രക്ചർ ഓഫ് ഇന്റലിജന്റ് മോഡൽ ഗിൽഫോർഡിൻ്റെതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റെയിൻബർഗിൻ്റെതാണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. സ്പിയർമാൻ്റെയാണ് G ഫാക്ടർ
തിയറി, 2 ഫാക്ടർ തിയറി എന്നാണ് കേട്ടോ. അതിൽ S ഫാക്ടറും ഉണ്ട് G ഫാക്ടറും ഉണ്ട്. അപ്പോൾ 2 ഫാക്ടർ തിയറി എന്നാണ് തിരുത്തി പഠിക്കുക. ഇനി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഹവാർഡ് ഗാർണറിൻ്റെതാണ്. അപ്പൊ ഇങ്ങനെ ഇന്റലിജൻസ് തിയറീസ് അത് പ്രപ്പോസ് ചെയ്തത് ആര്, അതിന്റെ കീ കൺസെപ്റ്റുകളൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇനി ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് കാറ്റഗറി 1, 2, 3, 4 സിലബസ് 99% സെയിം ആണ്. സ്റ്റേജ് തിയറീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഓരോ സ്റ്റേജസ് ഒക്കെ വളർച്ചയുടെ ഘട്ടങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഓരോ കാറ്റഗറികൾക്കും ആ സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. അപ്പൊ കാറ്റഗറി 3 ആണെങ്കിൽ എപ്പോഴും അഡോളസെന്റ് ഏജിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അഡോളസെന്റ് ഏജസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാൻഡലിസം. Vandalism in adolescence is a dash. Emotional problem, adjustment mechanism, sexual problem, behavioral problem. Vandalism എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആണ്. വാൻഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാൻഡലിസം പോലെ തന്നെ ലൈയിങ്, വാൻഡലിസം, ലൈയിങ് എന്നിങ്ങനെയൊക്കെ ഉള്ളത് അഡോളസെന്റ് ഏജിലെ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊരു ഇമോഷണൽ പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റും. കൂടെയുള്ളവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, അതൊരു അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റും. എയർലി എക്സ്പെരിമെന്റേഷൻ, അതൊരു സെക്ഷൽ പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റും. ലോ ഗ്രേഡ്സ്, ഡിസ്ലെക്സിയ, ഇതൊക്കെ അക്കാഡമിക് ഇന്റലക്ച്വൽ പ്രോബ്ലം ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അഡോളസെന്റ് ഏജിന്റെ പല പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ് ഇത്തരത്തിൽ പല രീതിക്ക് പഠിക്കാനായിട്ട് നമുക്ക് സിലബസിൽ അധികം മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും 3 ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അഡോളസെന്റ് ഏജിലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ വാൻഡലിസം അഡോളസെന്റ് ഏജിലെ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ട്രുവൻസി, സ്റ്റീലിങ്, ലൈങ്, ചീറ്റിംഗ്, ഇതൊക്കെ മറ്റ് ബിഹേവിയറൽ പ്രോബ്ലംസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് വാൻഡലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is the intentional destruction or damage of public or private property. അതായത് സ്കൂളിലൊക്കെ പോയിട്ട് ചില കുട്ടികളെ സ്കൂളിലെ ഫർണിച്ചർ ഉടച്ചു കളയുക, വാളില് കുത്തി വരയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന് ഡാമേജ് വരുത്തുന്നതിനുള്ള ടെൻഡൻസിനെയാണ് വാൻഡലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ECCയുടെ ഫുൾ ഫോം. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ECC, അതുപോലെ തന്നെ PWD ആക്ട്, RPWD ആക്ട്, പിന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് CWSN, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ക്രിയേറ്റീവ് ചിൽഡ്രൻ, സ്ലോ ലേണർ, അതുപോലുള്ള സ്പെഷ്യൽ കിഡ്സിനെ പറ്റിയൊക്കെയുള്ള ഫീച്ചേഴ്സ്, അതിനുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഇതൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ECCE എന്ന് പറയുന്നത്. അപ്പോൾ ECCയുടെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണണമെന്നില്ല. പക്ഷേ ECCE ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം RTE ഉൾപ്പെടെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉൾപ്പെടെ നിങ്ങൾ സിലബസിന് പുറത്തു നിന്ന് റെഫർ ചെയ്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പരിധിവരെ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ECC എന്തിന്റെ അണ്ടറിൽ വന്നു, എന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി, എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന ഏരിയാസിന്റെ കൂടെ ഉറപ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു 4-5 ടോപ്പിക് കൂടി ഞാൻ പറയാം. ഒന്ന് NEP 2020 ആണ്. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കോൾബർഗിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇൻ പേഴ്സണാലിറ്റി മെഷർമെന്റ്, പ്രക്ഷേപണ വിധികളെ പറ്റി പഠിക്കണം. ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം, അതിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, CCE, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്, നോം റെഫറൻസ്ഡ്, ഇത് കൃത്യമായി എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞ ഈ 5 ടോപ്പിക്കിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാം കേട്ടോ.